സ്വർഗാദി സ്വർഗങ്ങളിൽ വാണരുടുന്ന സർവശക്തന്റെ സന്മുഖത്തു നിന്നും പ്രശോഭിക്കുന്ന പൊൻപ്രഭയിൽ അനുഗ്രഹീതരായിരിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. സങ്കീർത്തന പുസ്തകം 68:20 പറയുന്നു, ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകും, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ദൈവത്തിലുണ്ടാകും. കർത്താവ് യേശു ക്രിസ്തു കവർന്നഭൂമിയിൽ നിന്ന് നയിൻ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ, ആ നയിൻ പട്ടണ വാതിൽക്കൽ വരുമ്പോൾ അവിടെ നിന്നും മഞ്ചലിൽ ചുമന്നുകൊണ്ടുവരുന്ന ഒരു മൃതദേഹവും അതിനോട് ചേർന്ന് കരഞ്ഞ് വിലപിച്ച് തകർന്ന് വരുന്ന ഒരു സ്ത്രീയെയും നമുക്ക് കാണാൻ കഴിയും. ആ സ്ത്രീയുടെ ഏക മകനാണ്. ആ മകനും ആ സ്ത്രീയും മാത്രമേ ഉള്ളൂ. ഇന്ന് അവർ വിധവ മാത്രമല്ല, ഇന്ന് പുത്രനഷ്ടവും അനുഭവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അരുമനാഥൻ ആ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ കാണുന്നു ആ സ്ത്രീയുടെ കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞ സർവശക്തനായ യേശുക്രിസ്തു മഞ്ചലിൽ തൊടുന്നു. മഞ്ചൽ ചുമക്കുന്നവർ അവിടെ നിന്നു. ഈ അമ്മയുടെ കണ്ണുനീരും തകർന്ന ഹൃദയവും കണ്ടുകൊണ്ട് മനസ്സലിഞ്ഞ ഒരു അരുമനാഥൻ്റെ തിരുമുഖം നമുക്ക് കാണാൻ കഴിയും. ആ മകനോട് പറഞ്ഞു, തൊട്ട് അവനെ വിളിച്ചു, അവനെ എഴുന്നേൽക്കും. അവൻ ജീവനോട് എഴുന്നേറ്റു. ആ അമ്മയ്ക്ക് ആ മകന് നൽകി. നമുക്കറിയാം, മരണസമാനമായ വിഷയങ്ങളിൽ അഭിമുഖീകരിച്ച് നിൽക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അനേക കിടക്കയിലായിരിക്കുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, രോഗാതുരരായിരിക്കുന്ന മാതാപിതാക്കൾ, ആ കുഞ്ഞുങ്ങൾ ഒക്കെ ആയിരിക്കുന്ന ഭവനങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നയിൻ പട്ടണത്തിൽ അത്ഭുതം നടന്നത് നിന്റെ ഭവനത്തിൽ നടക്കും. വാസ്തവമായി നീ വിശ്വസിക്കുന്നു, ആരുമനാഥനെ നീ വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായും നിന്റെ ഭവനത്തിൽ ഫലകരമായ ഏത് വിഷയത്തിൽ നിന്നും പൂർണ്ണമായി വിടുവിക്കുവാൻ സർവശക്തന് കഴിയും. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ദൈവത്തിനുമാണ്. സർവശക്തനായ ദൈവം നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രതികൂലമായി വരുന്ന സാഹചര്യങ്ങളിൽ അവൻ്റെ പ്രത്യക്ഷത നമുക്കറിയാം. യോഹന്നാൻ ലേഖനം 3-8 വാക്യത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് 1 യോഹന്നാൻ ഇങ്ങനെയാണ്: പിശാചിൻ്റെ പ്രവൃത്തികളെ ഏൽപ്പാൻ ദൈവപുത്രൻ സർവശക്തനായ കർത്താവ് ആ നയിൻ പട്ടണത്തിൽ പ്രത്യക്ഷനായിരിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെ ഭവനങ്ങളിൽ പ്രത്യക്ഷമാകുമ്പോൾ മരണകരണമായ അതേ അവസ്ഥയിലായിരിക്കുന്ന ഭവനങ്ങളിൽ ഉദ്ധാരണം സംഭവിക്കട്ടെ ചെയ്യും. നീ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു വലിയ ഉദ്ധാരണം നിന്റെ ഭവനത്തിൽ സംഭവിക്കട്ടെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, കേവലം ഒരു വിശ്വാസം. നീ വിശ്വസിക്കുക, കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. അതെ, ആ വിശ്വാസത്തിനുള്ളിൽ നിനക്ക് ലഭിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ അനേകരുടെ ജീവനാണ്. നിന്റെ ഭവനത്തിൽ ഏറ്റവും വേദനാജനകമായ അവസ്ഥയിൽ നീ വേദനിക്കുന്നുവെങ്കിൽ ആ വേദനയിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ ലഭിക്കുന്നത് ഒരൊറ്റ വിശ്വാസം മാത്രം. അതെ, അരുമനാഥനെ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസം നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിന്നെ എത്തിക്കുവാൻ സാധിക്കും. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. അവൻ സകലം സാധ്യമാക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ തിരുവെഴുത്തുകളാൽ ദൈവം അനുഗ്രഹിക്കുന്നു.